റിയൽ നമ്പേഴ്സിന്റെ ആൾജിബ്രൈക് പ്രോപ്പർട്ടീസും ഓർഡർ പ്രോപ്പർട്ടീസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്ത പ്രോപ്പർട്ടി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടിയാണ്. കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടീസിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റിന് നമ്മൾ അത് ബൗണ്ടഡ് ആണോ അൺബൗണ്ടഡ് ആണോ സുപ്രീമം ഇൻഫിമം ഇത്തരം കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കുറച്ച് ഡെഫിനിഷൻസ്. ആദ്യത്തെ ഡെഫിനിഷൻ നോക്കൂ. Let S be a non-empty subset of R. Rന്റെ non-empty subset ആണ് S. ഇപ്പൊ ഞാൻ കുറെ എക്സാമ്പിൾസ് എടുക്കുന്നു. ഒന്ന് S എന്ന് പറയുന്ന സെറ്റ് 1, 2, 3 എക്സെട്ര 10 വരെയുള്ള സെറ്റ്, ഒരു എക്സാമ്പിൾ. രണ്ടാമത്തത് S is the open interval 0, 1. മൂന്നാമത്തത് S is closed interval 0, 1. നാലാമത്തത് S is set 1 by n. That means 1, 1 by 2, 1 by 3, 1 by 4, etc. The set S is said to be bounded above. A set ne bounded above നമ്മൾ പറയും. It's bounded above. If there exists a number u belongs to R such that ഈ സെറ്റിൽ ഉണ്ടാവാം ഇല്ലാതിരിക്കാം. ഇപ്പോ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 0, 1 എന്ന് പറയുന്ന സെറ്റ് ആണത്. This set is said to be bounded above if there exists a number u belongs to R such that u S is less than or equal to u for all S belongs to S. അപ്പോൾ ഈ സെറ്റിനെയാണ് നമ്മൾ S എന്ന് വിളിക്കുന്നത്. ഇതിലുള്ള എലമെന്റ്സിനെയാണ് സ്മോൾ s എന്ന് വിളിച്ചത്. ഈ സെറ്റിലുള്ള എല്ലാ ആളുകളും അങ്ങനെ ഒരു യുവിനേക്കാൾ ചെറുതോ ഈക്വലോ ആണെങ്കിൽ നമ്മൾ ഈ u നമ്മൾ പറയും ഈ സെറ്റ് is bounded above and the number u is called an upper bound of S. അപ്പൊ തന്നെ ക്ലിയർ ആണ് ഈ സെറ്റിന് അപ്പർ ബൗണ്ട് ആയിട്ട് ഒരാളാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഓപ്പൺ ഇന്റർവൽ 0, 1 ആണെങ്കിൽ 1 is an upper bound. കാരണം ഈ സെറ്റിലെ എല്ലാ ആൾക്കാരും 1നേക്കാൾ ചെറുതോ ഈക്വൽ ആണ്. 2 is an upper bound. 3 is an upper bound. 1.1 is an upper bound. ഇതൊക്കെയും ഇതിന്റെ അപ്പർ ബൗണ്ട്സ് ആണ്. ഈ സെറ്റിന്റെ ഓപ്പൺ ഇന്റർവൽ 0, 1ന്റെ അപ്പർ ബൗണ്ട്സ് ആണ്. ഇതിലുള്ള എല്ലാ ആൾക്കാരും അപ്പർ ബൗണ്ടിനേക്കാൾ ചെറുതോ ഇവൻ ഈക്വലോ ആവാം. അങ്ങനെയാണെങ്കിൽ 1, 2, 3 എക്സെട്ര 10 എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അപ്പർ ബൗണ്ട്സ് ആണ് 11 is an upper bound, 10.1 is an upper bound, 10.00001 is an upper bound. അപ്പൊ ഇതും ബൗണ്ടഡ് അബവ് ആണ്. കുറെ അപ്പർ ബൗണ്ട്സ് ഉണ്ട്. ആൻഡ് 10 is also an upper bound. കാരണം ഇതിലുള്ള എല്ലാ ആൾക്കാരും ആരെക്കാൾ ചെറുതാണ്, 10നേക്കാൾ ചെറുതോ ഈവൻ ഈക്വൽ ആണ്. കാരണം 10 കൺസിഡർ ചെയ്യുന്നു ആ എലമെന്റ് അതിനോട് തന്നെ ഈക്വൽ ആണ്. അപ്പൊ അപ്പർ ബൗണ്ട്സ് നോക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ആ സെറ്റിന്റെ അകത്തുള്ള ആളാവാം, ആ സെറ്റിലെ എല്ലാ ആൾക്കാരെക്കാളും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ആയിട്ടുള്ള ഒരാളാവാം. ഇവിടെയാണെങ്കിൽ ഇതിന്റെ ഒരു അപ്പർ ബൗണ്ട് ആണ് 1. 1നേക്കാൾ വലിയ എല്ലാ ആൾക്കാരും ഇതിന്റെ അപ്പർ ബൗണ്ട് ആണ്. ഇതിന്റെയും അപ്പർ ബൗണ്ട് ആണ് ഏത് 1. പക്ഷെ 1 ഇതിലെ മെമ്പർ അല്ല, ഇതിലെ മെമ്പർ ആണ്. ഈ സെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1, 1 by 2, 1 by 3, 1 by 4 അത് ശരിക്കും റിയൽ നമ്പേഴ്സിലോട്ട് പോകുമ്പോൾ 1 by 2 വരുമ്പോ അതിന്റെ ഇപ്പുറത്താണ്. 1 by 3 അഗൈൻ ഇങ്ങോട്ടാണ്. 1 by 4 അഗൈൻ ഇത് ഈ സെറ്റ് ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് അബവ് ആണ്. ബൗണ്ടഡ് അബവ് ബൈ ദ നമ്പർ നമുക്ക് വേണമെങ്കിൽ പറയാം 1 is an upper bound. കാരണം എല്ലാ ആൾക്കാരും 1നേക്കാൾ ചെറുതോ ഈക്വൽ ആണ്. And then 1.1 is an upper bound, 1.0001 is an upper bound. ഒക്കെ ഇതിന്റെ എന്ത് തന്നെയാണ് അപ്പർ ബൗണ്ട്സ് ആണ്. Now bounded above അല്ലാത്ത സെറ്റ് നോക്കി കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് Z ഇന്റിജേഴ്സ് ഇതൊന്നും എന്തല്ല ബൗണ്ടഡ് അബവ് അല്ല. അപ്പോ ക്ലിയർ ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു ബൗണ്ടഡ് അബവ് എന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബൗണ്ടഡ് ബിലോ പറയാം. A set S is said to be bounded above എന്നുള്ള സ്ഥാനത്ത് bounded below. If there exists a number u എന്നുള്ളതിന് പകരം അവിടെ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ w ആണ്. W belongs to R such that W is less than or equal to S for all S belongs to S. ആ W ന്റെ പ്രത്യേകത W is said to be a lower bound if W is less than or equal to S for all S belongs to the set. അപ്പൊ ഈ സെറ്റിലെ എല്ലാ ആൾക്കാരെക്കാളും ചെറുതോ ഈക്വലോ ആണ് ഈ W വരുന്നതെങ്കിൽ ആ W is called a lower bound. That means W less than or equal to S for all S belongs to the set.
യു ഇസ് സെഡ് ടു ബി ആൻ അപ്പർ ബൗണ്ട് എപ്പോഴാ ഈ സെറ്റിലെ എല്ലാ ആൾക്കാരും യുവിനേക്കാൾ ചെറുതോ ഈക്വലായിരിക്കും. അതായത് എസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ഫോർ ഓൾ യു ബിലോങ്സ് ടു എസ്. ഇതായിരുന്നു കണ്ടീഷൻസ്. അപ്പൊ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ലോവർ ബൗണ്ട് എന്നുള്ളത് 1 1 ചെറുതായിട്ടുള്ള എല്ലാ ആൾക്കാരും ഇതിന്റെ ലോവർ ബൗണ്ട് ആണ്. ഇതിന്റെ ലോവർ ബൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 0 ഇസ് എ ലോവർ ബൗണ്ട്. 0നേക്കാൾ ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സും ഇതിന്റെ ലോവർ ബൗണ്ട് ആണ്. ഇതിന്റെ ലോവർ ബൗണ്ട് 0 ഇസ് എ ലോവർ ബൗണ്ട്. 0നേക്കാൾ ചെറിയ എല്ലാ റിയൽ നമ്പേഴ്സും ലോവർ ബൗണ്ട്സ് ആണ്. Again, ഇത് 1 1/2 1/3 ഇങ്ങനെ പോയിട്ട് ഇറ്റ് ഇസ് അപ്രോച്ചിങ് ടു 0 നമുക്കറിയാം. അതിനർത്ഥം 0 ഇസ് എ ലോവർ ബൗണ്ട്. 0നേക്കാൾ ചെറിയ ആളുകളൊക്കെ ഇതിന്റെ ലോവർ ബൗണ്ട്സ് ആണ്. അപ്പൊ അവിടെയും ക്ലിയർ ആണ്, ഒരു സെറ്റിന്റെ അകത്ത് ഉണ്ടാവാം ഇല്ലാതിരിക്കാം ഈ പറഞ്ഞ ലോവർ ബൗണ്ട്. ഡിപെൻഡ്സ്. ഇനി സെറ്റ് ഇസ് സെഡ് ടു ബി ബൗണ്ടഡ്. എപ്പോഴാണ് ബൗണ്ടഡ് എന്ന് പറയാം? ഇഫ് ഇറ്റ് ഇസ് ബോത്ത് ബൗണ്ടഡ് അബോവ് ആൻഡ് ബൗണ്ടഡ് ബിലോ. ബൗണ്ടഡ് അബോവും ബൗണ്ടഡ് ബിലോവും കൂടി ആയാൽ മാത്രമേ നമ്മൾ അതിനെ ബൗണ്ടഡ് എന്ന് വിളിക്കുള്ളൂ. അല്ലെങ്കിൽ ദാറ്റ് ഈസ് ക്ലിയർലി അൺബൗണ്ടഡ്. ഇപ്പൊ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 2 3 എക്സെട്ര ഇറ്റ് ഇസ് നോട്ട് ബൗണ്ടഡ് അബോവ്. പക്ഷെ ഇത് ബൗണ്ടഡ് ബിലോ ആണ് ബൈ ദ നമ്പർ 1. അല്ലെങ്കിൽ 1നേക്കാൾ ചെറിയ നമ്പേഴ്സ് ഒക്കെയും ഇതിന്റെ ലോവർ ബൗണ്ട്സ് ആണ്. ഒരു സെറ്റിന് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബൗണ്ടഡ് അബോവ്, ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ബൗണ്ടഡ് ബിലോ, അപ്പർ ബൗണ്ടോ ലോവർ ബൗണ്ടോ ഇല്ലെങ്കിൽ അൺബൗണ്ടഡ്. ഈ രണ്ടും ഉണ്ടെങ്കിൽ നമ്മൾ എന്ന് പറയുള്ളൂ ദാറ്റ് ഈസ് ബൗണ്ടഡ്. നാലാമത്തെ പോയിന്റ്, if S is bounded above എന്ന് പറയുന്നത് നമുക്ക് അതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ then the number u is said to be the supremum of S. u നെ നമ്മൾ സുപ്രീമം എന്ന് വിളിക്കും, അല്ലെങ്കിൽ the least among the upper bounds, least upper bound എന്ന് വിളിക്കും, if it satisfies the conditions. ആദ്യമേ അതൊന്ന് ക്ലിയർ ആക്കാം. നേരത്തെ നമ്മൾ എടുത്തിരുന്ന സെറ്റുകളിലൂടെ തന്നെ പോവാണ്. ഓപ്പൺ ഇന്റർവൽ 0 1 എന്ന് പറഞ്ഞ സെറ്റ്. അപ്പൊ ഇതിന് this is bounded above. അപ്പൊ ഇതിന് കുറെ അപ്പർ ബൗണ്ട്സ് ഉണ്ട്. ഇതിന്റെ അപ്പർ ബൗണ്ട്സ് ആയിട്ട് വരാവുന്ന 2 is an upper bound, 3 is an upper bound, 1.1 is an upper bound. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 is also an upper bound. അപ്പൊ ഇതില് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും ഏതാണ്? 1 ആണ്. അപ്പൊ 1നെയാണ് നമ്മൾ ഏതെന്ന് വിളിക്കുന്നത്? സുപ്രീമം. ആൻഡ് ദ നൊട്ടേഷൻ വി ആർ യൂസിങ് ഇസ് സുപ്രീമം ഓഫ് എസ്, SUPS എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ സുപ്രീമം ഇസ് 1. പക്ഷെ ഡെഫിനിഷൻ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നോക്കുക. The number u is said to be the supremum if it satisfies two conditions. ഏതൊക്കെ കണ്ടീഷൻസ്? ഒന്ന്, u is an upper bound. u supremum ആണെങ്കിൽ u എന്തായിരിക്കണം? അപ്പർ ബൗണ്ട് ആണ്. രണ്ട്, if v is any other upper bound, നമുക്ക് u least ആവേണ്ട, least upper bound ആവേണ്ടത്. അങ്ങനെ വരുമ്പോ if v is any other upper bound, v ആരെക്കാൾ വലുതാവണം? u നേക്കാൾ വലുതാവണം. അതാണ് ഇവിടെ വേണ്ട കണ്ടീഷൻ. then u is less than or equal to v. അപ്പോഴേ നമ്മൾ അതിനെ u നെ ഏതെന്ന് പറയാൻ പറ്റുള്ളൂ? ലീസ്റ്റ് ഓഫ് ദി അപ്പർ ബൗണ്ട്, ലീസ്റ്റ് among the upper bounds എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ട് കണ്ടീഷൻസ് വേണം. ഒന്ന്, ഈ പറഞ്ഞ u ഒരു അപ്പർ ബൗണ്ട് ആണ്. രണ്ട്, if v is any other upper bound, ആ v u ന്റെക്കാളും റൈറ്റ് സൈഡിൽ വരണം, ഇവിടെ വരണം. ഇതേപോലെ ഇൻഫിമത്തിലോട്ട് പോയാൽ എപ്പോഴേ ഇൻഫിമം ഉണ്ടാവുള്ളൂ? സെറ്റ് ബൗണ്ടഡ് ബിലോ ആണ്. Then the number w is said to be the infimum of S if w satisfies two conditions. എന്തൊക്കെയാ w satisfy ചെയ്യേണ്ട കണ്ടീഷൻസ്? ഒന്ന്, ഈ w എന്തായിരിക്കണം? ഒരു ലോവർ ബൗണ്ട് ആണ്. ബൗണ്ടഡ് ബിലോ എന്ന് പറയുന്നത് ലോവർ ബൗണ്ട് ഉള്ളപ്പോഴാണ്. അപ്പൊ w ഒരു ലോവർ ബൗണ്ട് ആണ്. പിന്നെയോ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. ഇതിന്റെ അർത്ഥം ഒന്ന്, w is a lower bound of S. രണ്ട്, if t is any other lower bound, ആ t ആരെക്കാളും ചെറുതായിരിക്കണം? w നേക്കാളും ചെറുതായിരിക്കണം. w t നേക്കാൾ വലുതായിരിക്കണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ വേണ്ടത്. ഒന്ന്, ലോവർ ബൗണ്ട് ആവണം. രണ്ട്, വേറൊരു ഏതെങ്കിലും ലോവർ ബൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ ലോവർ ബൗണ്ടിനേക്കാളും വലുതായിരിക്കണം നമ്മൾ w. എന്നാൽ മാത്രമേ നമുക്ക് ഗ്രേറ്റസ്റ്റ് among the lower bounds എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സെറ്റിന്റെ കേസിൽ സുപ്രീമം ഉണ്ടാവണമെങ്കിൽ അത് ബൗണ്ടഡ് അബോവ് ആയിരിക്കണം. ഇൻഫിമം ഉണ്ടാവണമെങ്കിൽ അത് ബൗണ്ടഡ് ബിലോ ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും വേണം.
അങ്ങനെയാണ് നമ്മൾ ചില സെറ്റുകൾ നോക്കാം. ഇതിന്റെ കേസിൽ സുപ്രീമം ഓഫ് എസ് 1 ആൻഡ് ഇൻഫിമം ഓഫ് എസ് 0. ഇനി ക്ലോസ് ഇന്റർവൽ 0 1 ആണ് എടുക്കുന്നതെങ്കിൽ സുപ്രീമം 1 ഇൻഫിമം 0. അപ്പൊ അതില് പ്രശ്നങ്ങളില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സുപ്രീമവും ഇൻഫിമവും ഈ സെറ്റിലെ ആളുകളെ അല്ല. ഈ സെറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സുപ്രീമവും ഇൻഫിമവും ഇതിലെ മെമ്പേഴ്സ് ആണ്. Now the set 1 2 3 4 5 6 7 8 9 10 നമ്മൾ നേരത്തെ എടുത്തിരുന്ന സെറ്റ്, ഇതിന്റെ സുപ്രീമം 10 and infimum 1. ഇവിടെ infimum 1, supremum 10. ഇനി നേരത്തെ നമ്മൾ എടുത്തിരുന്ന വേറൊരു എക്സാമ്പിൾ ആണ് 1/n, സെറ്റ് 1/n അല്ലെങ്കിൽ 1 1/2 1/3 1/4 എക്സെട്ര. ഈ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇവിടെ ഉണ്ട്, 1/2 ഇങ്ങോട്ട്, 1/3 ഇങ്ങനെ പോയിട്ട് ഇതിന്റെ ഏറ്റവും ലീസ്റ്റ് വാല്യൂ 0 ആവില്ല, 0 അപ്രോച്ച് ചെയ്യുള്ളൂ. അപ്പൊ അവിടെ തന്നെ ക്ലിയർ ആണ് ഇതിന്റെ സുപ്രീമം 1 ആൻഡ് ഇൻഫിമം 0. അപ്പൊ ഈ സെറ്റിന് അപ്പർ ബൗണ്ട്സ് കുറെ ഉണ്ട്, അതിൽ ഏറ്റവും ലീസ്റ്റ്. ഇതിന് ലോ ബൗണ്ട്സ് കുറെ ഉണ്ട്, അതിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ്. അതിന് ഇൻഫിമം എന്ന് വിളിക്കും, മറ്റേതായി സുപ്രീം. അപ്പൊ രണ്ടും വെച്ച് ബൗണ്ടറിയിൽ വെച്ച് ക്ലോസ് ചെയ്യുന്ന ഫീലിംഗ് വരെ നമുക്ക് സുപ്രീമം ആൻഡ് ഇൻഫിമം ഓഫ് എ സെറ്റ്. ഒന്നുകൂടെ, യു ഈസ് സെഡ് ടു ബി സുപ്രീമം. ഫസ്റ്റ് പോയിന്റ്, യു ഇറ്റ്സെൽഫ് ഒരു അപ്പർ ബൗണ്ട് ആണ്. സെക്കൻഡ് പോയിന്റ്, ഈ വി ഈസ് അനദർ അപ്പർ ബൗണ്ട്. ആരായിരിക്കണം വലുത് വരേണ്ടത്, ആരായിരിക്കണം ചെറുത് വരേണ്ടത്? യു. സോ യു ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി. W is said to be infimum. W ഒരു ലോ ബോണ്ട് ആണ്, ആൻഡ് ഇഫ് T is any other lower bond, greatest lower bond W വരുന്നത്. അപ്പോൾ T is less than or equal to W. ഇനി കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം ഈ സുപ്രീമം ഇൻഫിമം, കാരണം ഇത് വളരെ എളുപ്പമുള്ള എക്സാമ്പിൾസ് ആണ്. ഇതിലൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നോക്കാം. പ്രോബ്ലം എന്താണ്? 2.4 ഫസ്റ്റ് പ്രോബ്ലം, find the supremum and infimum of the following sets. അപ്പോൾ കുറെ സെറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ സുപ്രീമം ഇൻഫിമം കാണും. അപ്പൊ അതിന് ഓരോ സെറ്റിനെയും വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ആദ്യത്തെ സെറ്റ് 1/n. അപ്പൊ നമുക്ക് അറിയുന്ന നേരത്തെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. n belongs to n ആണ്. ഓരോ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 1/2 1/3 ഇങ്ങനെ പോകും. അപ്പൊ ഇത് കുറഞ്ഞു 0 എത്തില്ല, 0ന്റെ അടുത്തേക്ക് പോകുന്നു. അപ്പൊ ഇതിലെ മെമ്പേഴ്സ് വരാൻ പോകുന്നത് 1ന് 1/2 ഇങ്ങനെ അറ്റത്ത് 0, the least. അപ്പൊ ഏതാ സുപ്രീമം? സുപ്രീമം is 1 and infimum is 0. 0 is a lower bound, പക്ഷേ 0 ഈ സെറ്റിൽ ഇല്ല, 1 ഈ സെറ്റിൽ ഉണ്ട്. Now the next is second one is 1 minus 1/n. അപ്പൊ അത് ഇതേപോലെ നമ്മൾ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ n 1 ആവുന്ന സമയത്ത് 1 minus 1 is 0. n 2 ആവുന്ന സമയത്ത് 1 minus 1/2. 1 minus 1/2 is 1/2. n 3 ആവുന്ന സമയത്ത് 1 minus 1/3. അപ്പൊ 1 ഇങ്ങനെ കുറയ്ക്കുകയാണ്. 1 ന്ന് 1 കുറച്ചു ഇതായി 1 minus 1/2, 1 minus 1/3. 1 minus 1/3 is 2/3. And 1 minus 1/4, that is 3/4. ഇങ്ങനെ ഏതിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്? 1ലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ 1 എത്തില്ല. as n tends to infinity, n ഇൻഫിനിറ്റിയിലോട്ട് പോയി കഴിഞ്ഞാൽ 1/n 0 ആയി ഏതിലേക്ക് എത്തും? 1ലേക്ക് എത്തും. അപ്പൊ ഇത് വാല്യൂസ് ഇങ്ങനെ പോയി 1ന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ സെറ്റ് ബൗണ്ടഡ് എബോവ് ആണ്, ബിലോ ആണ്. 1 is an upper bound, 0 is a lower bound. ബാക്കിയുള്ള അപ്പർ ബൗണ്ട്സ് ലോ ബൗണ്ട്സ് ഒക്കെ നമുക്ക് നോക്കാം. പക്ഷെ ക്ലിയർ ആണ് ഇതിലെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് 1. 1നെ വെച്ച് അവിടെ അടച്ചു വെച്ചിരിക്കുന്ന പോലെയാണ്. സോ സുപ്രീമം is 1 and infimum is 0. അടുത്തത് നോക്കാം. 1 minus -1 all raised to n divided by n. അതിലും ഇതേപോലെ തന്നെ നമ്മൾ വാല്യൂസ് നോക്കൂ. n 1 ആയാൽ 1 minus -1 all raised to 1. അപ്പൊ 1 minus -1 that is 2 ആയിരിക്കും വരിക. and n 2 ആവുന്ന സമയത്ത് 1 minus ഇത് ഈവൻ പവർ ആയി,
സോ 1/2 എന്ന് വരും. 1 മൈനസ് 1/2 ദാറ്റ് ഈസ് 1/2. 1 ഇവിടെ. അടുത്ത കേസ് n 3 ആവുന്ന സമയത്ത് 1 മൈനസ് 1/3 ഒരു മൈനസും കൂടെ വരും. 1 പ്ലസ് 1/3 ആണ്. സോ 1 പ്ലസ് 1/3 ഇങ്ങോട്ട് 1 പ്ലസ് 1/3. അടുത്ത 1 മൈനസ് 1/4 വരും ഇവിടെ. 1 പ്ലസ് 1/5 വരും ഇവിടെ. 1 മൈനസ് 1/6 വരും ഇവിടെ. അപ്പൊ ഈ വാല്യൂസ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ 1ന്റെ അടുത്തേക്ക് അപ്പുറത്തായിട്ട് അടുത്തടുത്ത് വരുന്നതായിട്ട് വരാം, മനസ്സിലാവും. സോ ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിന്റെ വാല്യൂ ഈ പോർഷൻ 0 ആയിട്ട് 1ലോട്ട് അപ്രോച്ച് ചെയ്യുന്നത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷെ നമുക്ക് വേണ്ടത് ഇതിന്റെ അപ്പർ ബൗണ്ട്, ലീസ്റ്റ് അപ്പർ ബൗണ്ട്. ഏതൊക്കെ ഇതിന്റെ അപ്പർ ബൗണ്ട്? ഇപ്പൊ ഈ ഇതിന്റെ രണ്ട് അറ്റങ്ങൾ 1/2ലും 2ലും അവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ 2നേക്കാൾ വലിയ നമ്പേഴ്സ് ഒക്കെ ഇതിന്റെ അപ്പർ ബൗണ്ട് ആണ്. ആൻഡ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് 2. ദിസ് ഈസ് സുപ്രീമം. ഇനി ഇൻഫിമം അതേപോലെ ഇങ്ങേ സൈഡില് 1/2 ഇസ് ദി ഇൻഫിമം. നാലാമത്തെ കേസിലോട്ട് പോയാൽ ഇതിലെ മെമ്പേഴ്സ് പൈ പ്ലസ് 1, പൈ 3.14 എക്സെട്ര. സോ പൈ പ്ലസ് 1, പൈ പ്ലസ് 2, പൈ പ്ലസ് 3 ഇങ്ങനെ പോവാണ്. ഇത് ബൗണ്ടഡ് എബോവ് ആണ് അല്ല. സോ അതിന് സുപ്രീം ഉണ്ടാവോ? ഇല്ല. പക്ഷെ ബൗണ്ടഡ് ബിലോ ആണ്. 5 പ്ലസ് 1 തൊട്ടിട്ട് അതിനേക്കാൾ ചെറിയ നമ്പേഴ്സ് ഒക്കെ ഇതിന്റെ ലോവർ ബൗണ്ട്സ് ആണ്. സോ വാട്ട് ഈസ് ഇൻഫിമം? സോ ഇൻഫിമം ഈസ് 5 plus 1 and supremum does not exist, not bounded above. So bounded above അല്ലെങ്കിൽ supremum ഉണ്ടാവില്ല. It's not a bounded set. ഇനി ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ 5 plus 1, 5 plus 1/2, 5 plus 1/3 ഇങ്ങനെയാണ്. അപ്പൊ 5 plus 1 എന്ന് പറയുന്ന നമ്പർ ഉണ്ടെങ്കിൽ this is 5 plus 1. 5 plus 1/2 is അതിനേക്കാൾ ചെറുതാണ്, ഇപ്പുറത്താണ്. 5 plus 1/3, 5 plus 1/4 ഇങ്ങനെ കുറഞ്ഞു പോയിട്ട് ഇത് ഇങ്ങനെ അറ്റത്ത് ഏതിലെത്തിച്ചേരണം? 1, 1/2, 1/3 അത് കുറഞ്ഞ് ഇതിലോട്ട് പോകും, 0 പോകും. പക്ഷെ അപ്പോഴവിടെ പൈ ഉണ്ടാവും. സോ പൈ ആയിരിക്കും ഇങ്ങനെ അറ്റത്ത്. അതായത് മെമ്പർ അല്ല, ഈ സെറ്റിൽ ഉണ്ടാവില്ല പൈ. കാരണം അത് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n ടെൻഡിങ് ടു 0 എന്നേ പറയാൻ പറ്റുള്ളൂ. 0ലോട്ട് അപ്രോച്ച് ചെയ്യുന്നേ പറയാൻ പറ്റുള്ളൂ. സോ പൈ ഈ സെറ്റിലെ മെമ്പർ അല്ല. പക്ഷെ ഇങ്ങനെ അറ്റത്ത് പൈ ഇസ് എ ലോവർ ബൗണ്ട്. പൈ ഇസ് എ ലോവർ ബൗണ്ട് ആൻഡ് ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ദി ലോവർ ബൗണ്ട്. ഇങ്ങനെ അറ്റത്ത് അത് പൈ വെച്ച് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് പൈ പ്ലസ് 1 അങ്ങേ അറ്റത്ത് പൈ പ്ലസ് 1 ആണ്. അപ്പൊ ആദ്യത്തെ കിട്ടിയ നമ്പർ തന്നെ പൈ പ്ലസ് 1. പൈ പ്ലസ് 1 ഇതിലെ മെമ്പറുമാണ്. പൈ പ്ലസ് 1 ഉണ്ട്. പൈ പ്ലസ് 1നേക്കാൾ വലിയ നമ്പേഴ്സ് ഒക്കെ ഇതിന്റെ അപ്പർ ബൗണ്ട്സ് ആയിട്ട് വരും. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഇതിനേക്കാൾ ചെറുതാണ്. പക്ഷെ പൈന്റെ ഇങ്ങോട്ട് പോകാനും ചാൻസ് ഇല്ല. സോ സുപ്രീമം ഈസ് 5 plus 1 and infimum is pi. ഇനി ഇതിലോട്ട് പോയാൽ 1/n minus 1/n. n-ഉം m-ഉം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n-ഉം m-ഉം വേരി ചെയ്യുന്നുണ്ട്. പല പല വാല്യൂസ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതിന് ഏറ്റവും മാക്സിമം വാല്യൂ വരുന്നത് മാക്സിമം വാല്യൂലോട്ട് പോകുന്നത് ഈ ആദ്യത്തെ ടേം മാക്സിമം ആവുകയും ഈ ടേം മിനിമം ആവുകയാണ്. 1/n ആണ്, റെസിപ്രോക്കൽ ആണ്. അപ്പൊ ഇതിന് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. കാരണം n കൂടുതലനുസരിച്ച് കുറയും. 1, 1/2, 1/3 ഇങ്ങനെയല്ലേ. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ 1. ഇനി ഇതിന്റെ മിനിമം വാല്യൂ എപ്പോഴാ? ഇതിങ്ങനെ കുറഞ്ഞു പോകുന്ന ഇതിന്റെ മിനിമം വാല്യൂ ആസ് m ടെൻസ് ടു ഇൻഫിനിറ്റി ഇതിന്റെ വാല്യൂ 0. അപ്പൊ ഇത് സെറ്റിന്റെ സുപ്രീം ആയിട്ട് വരാവുന്നത് 1. ഒന്ന് നോക്കുക, ഇത് മാക്സിമം ആവുകയും ഇത് മിനിമം ആവുകയും വേണം. ഇതിന്റെ മാക്സിമം വാല്യൂ 1, ഇതിന്റെ മിനിമം വാല്യൂ ഏതാണ്? 0 ആണ്. നേരെ തിരിച്ച് നമുക്ക് ഈ സെറ്റിന്റെ ഇൻഫിമം കാണുന്ന കേസിൽ ഇത് മിനിമം വരാവുന്നത് ഇവിടെ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇത് എപ്പോഴും മിനിമം വരിക. ഇത് മിനിമം ആവുകയും ഇത് മാക്സിമം ആവുകയും. അപ്പൊ നേരെ തിരിച്ച് ഇത് മിനിമം ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആവും. 0ലോട്ട് പോണം. 0 ആവില്ല, അത് വേറെ കാര്യം. 0ലോട്ട് പോണം. അപ്പൊ ഈ പറഞ്ഞ 1 എന്ന് പറയുന്നത് ഈ സെറ്റിലെ മെമ്പർ ഒന്നുമല്ല. പക്ഷെ അതവിടെ ബ്ലോക്ക് ചെയ്യണം.
then ഞാൻ പറഞ്ഞ കണ്ടീഷൻ വെച്ച് ഇത് മിനിമം ആണ്, ഇത് മാക്സിമം ആണ്. ഇതിന്റെ മാക്സിമം വാല്യൂ ഇസ് 1, ഇതിന്റെ മിനിമം വാല്യൂ ഇസ് 0. So 0 minus 1, 0 minus 1 is minus 1. So infimum is minus 1. വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം, n is equal to 1 and m tends to infinity. ഇവിടെയാണെങ്കിൽ n tends to infinity and m is equal to 1. പക്ഷെ അതിനേക്കാൾ എളുപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ ചിന്തിക്കുന്നതാണ്. ഇനി ഈ കേസിൽ ഇവിടെ പ്ലസ് ആണ്, മൈനസ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രശ്നമില്ല. പക്ഷെ എന്നിന്റെയും എമ്മിന്റെയും വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇതും കുറയും, ഇതും കുറയും, രണ്ടും കുറഞ്ഞു കുറഞ്ഞു പോകും. അപ്പൊ ഇതിന്റെ മാക്സിമം വാല്യൂ ഇതിന് അറ്റൈൻ ചെയ്യാവുന്നത് എമ്മും എന്നും ഏതാവുന്ന സമയത്താണ്? 1 ആവുന്ന സമയത്താണ്. എന്നും എമ്മും 1 ആവുന്ന സമയത്ത് എന്താ ഇതിന്റെ വാല്യൂ? അതിനെ ഞാൻ സുപ്രീം എന്ന് വിളിക്കുക, കാരണം അതിനേക്കാൾ വലിയൊരു വാല്യൂ ഈ സെറ്റിൽ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സുപ്രീം 1/2 plus 1/3, that is 5/6. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും എമ്മും 1 ആവുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 5/6 ആണ്. എന്നും എമ്മും 2ഓ 3ഓ ഒക്കെ വരുന്ന സമയത്ത് 1/2² plus 1/3² എന്ന് പറഞ്ഞ വാല്യൂ വീണ്ടും ചെറുതാവുകയാണ്. അത് ചെറുതായിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ ഇതിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ 5/6. 5/6നേക്കാൾ വലിയ ആളുകളൊക്കെയും ഇതിന്റെ അപ്പർ ബൗണ്ട്സ് ആണ്. ആൻഡ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട് നമുക്ക് വരാവുന്ന ഏതാണ്? 5/6 ആണ്. അങ്ങനെയാണ് ഇതിന്റെ ലോവർ ബൗണ്ട് നോക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ നമ്പറിലോട്ട് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം as n tends to infinity, n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 1/3 raised to n is tending to 0. അതേപോലെ തന്നെ m ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന സമയത്ത് ഇതിന്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 0ലോട്ട് പോകും. 0 എത്തില്ല, 0 ഇതിലെ മെമ്പർ അല്ല, പക്ഷെ 0ലോട്ട് പോകും. അപ്പോ ഇങ്ങേയറ്റം the lower bound is 0. 0ന്റെ അങ്ങേയറ്റത്തേക്ക് പോകില്ലോ, നെഗറ്റീവിലോട്ട് പോവില്ല. So what is the infimum? Infimum is 0. ആ ഇൻഫിമം വരുന്ന എപ്പോഴാ? എന്നും എമ്മും ഏതാവുന്ന സമയത്ത് നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ചിന്തിച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണ് ഈ കേസിൽ നിങ്ങൾക്ക് അതേപോലെ തന്നെ പെട്ടെന്ന് പറയാം. P ഉണ്ട്, Q ഉണ്ട്, R ഉണ്ട്. ഇതിന് അറ്റൈൻ ചെയ്യാവുന്ന മാക്സിമം വാല്യൂസ് when P is equal to Q is equal to R is equal to 1, and that maximum value അത് നമുക്ക് സുപ്രീം ആയിരിക്കും. സുപ്രീം is 1/2 plus 1/3 plus 1/5. LCM എടുക്കാം. 2, 3, that is 6. 6 into 5, 30. 15 plus 10 plus 6, that is 31/30. ഇതാണ് അവിടെ സുപ്രീം വരിക. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇൻഫിമത്തിലോട്ട് പോയി കഴിഞ്ഞാൽ പിയും ക്യൂവും ആറും ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഓരോ ടേമിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്ത് ഇതിന്റെ വാല്യൂ ഒക്കെയും 0ലോട്ടാണ് പോവുക. സോ പി ടെൻസ് ടു ഇൻഫിനിറ്റി, ക്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി, ആർ ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് ഇതും 0 ആയി, ഇതും 0 ആവില്ല. 0ലോട്ട് പോയി, 0ലോട്ട് പോയി, 0ലോട്ട് പോയി. സോ ദ ഇൻഫിമം വാല്യൂ ഇസ് സുപ്രീമും ഇൻഫിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റിനെ രണ്ടറ്റത്ത് വെച്ചിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകൾ പോലെയാണ് സുപ്രീമും ഇൻഫിമം. അവർ ആ സെറ്റിലെ മെമ്പേഴ്സ് ആവണമെന്നില്ല, പക്ഷെ അവരുടെ അപ്പുറത്തേക്ക് ആ സെറ്റിലെ മെമ്പേഴ്സ് ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യത്തെ തീർന്നു നോക്കാം. A number u is the supreme of a non-empty set S. u supreme ആവും നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യം രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് u is an upper bound, രണ്ട് if v is any other upper bound, then u is less than or equal to v. ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടിയിരുന്ന രണ്ട് കണ്ടീഷൻസ്. ഇവിടെ കണ്ടീഷൻസ് ഒന്ന് ചെറുതായിട്ട് മാറ്റുന്നു. നോക്കാം ഏതൊക്കെയാ കണ്ടീഷൻസ് എന്നുള്ളത്. ഇത് if and only if ആണ്. So if u is said to be a supremum if and only if u satisfies these two conditions. അപ്പൊ if and only if ആയതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആദ്യം ഒന്ന് അസ്യൂം ചെയ്യും, രണ്ടാമത്തെ പ്രൂവ് ചെയ്യും. അപ്പൊ ഇവിടെയും അതേപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് proof. Suppose that u is supremum
യു എസിന്റെ സുപ്രീം ആണെന്ന് വിചാരിക്കുക. യു സുപ്രീം ആണെങ്കിൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഇംപ്ലൈസ് യു is an upper bound of S. So യു എസിന്റെ ഒരു അപ്പർ ബൗണ്ട് ആയി. യു എസിന്റെ അപ്പർ ബൗണ്ട് ആണെങ്കിൽ അപ്പർ ബൗണ്ടിന്റെ ഡെഫിനിഷൻ പ്രകാരം ആ സെറ്റിലെ എല്ലാ ആൾക്കാരും ആരെക്കാൾ ചെറുതായിരിക്കണം, യുവിനേക്കാൾ ചെറുതായിരിക്കണം ഫോർ ഓൾ എസ് ബിലോങ്സ് ടു എസ്. അപ്പൊ നമുക്ക് വേണ്ട ഏതായി? കണ്ടീഷൻ 1 ആയി. S is less than or equal to U for all S belongs to S. So that is condition 1. ഇനിയിപ്പോ രണ്ടാമത്തെ വേണ്ടത് if V less than U there exists a T belongs to a set that V is less than T എന്ന് പ്രൂവ് ചെയ്യാൻ രണ്ടാമത്തെ കണ്ടീഷനോട് വേണം. Now if V less than U നമ്മൾ V less than U എന്ന് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത് there is a T belongs to a set that V is less than T. ശരി, U ആരായിരുന്നു? സുപ്രീം അല്ലെങ്കിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. V യുവിനേക്കാൾ ചെറുതാണെങ്കിൽ V പിന്നെ എന്തായാലും ആ സെറ്റിന്റെ എന്തല്ല അപ്പർ ബൗണ്ട്. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് U. അതിനേക്കാൾ ചെറുതായിട്ടുള്ള V എന്തല്ല അപ്പർ ബൗണ്ട് അല്ല. അപ്പൊ എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ that implies V is not an upper bound of S. S ന്റെ അപ്പർ ബൗണ്ട് അല്ല. S ന്റെ അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ S എന്ന് പറയുന്ന സെറ്റ് റിയൽ നമ്പേഴ്സിന്റെ ആണ്. This is the set S. V U is the supremum. V is less than U. V is not an upper bound. എപ്പോഴാണ് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയാം? എപ്പോഴും അപ്പർ ബൗണ്ട് ആണെന്ന് പറയുന്നത് ആ സെറ്റിലെ എല്ലാ ആൾക്കാരും ആ വിനേക്കാൾ ചെറുതാകുമ്പോഴാണ്. അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയണമെങ്കിൽ അയാളെക്കാൾ വലുതായിട്ട് ആരെങ്കിലും ഒരാൾ ആ സെറ്റിൽ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ഈ സെറ്റ് എന്നുള്ളതിന് നിങ്ങൾ ക്ലാസ്സിലെ കുട്ടികളുടെ ഹൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെ എടുത്തിട്ട് നമ്മൾ അപ്പർ ബൗണ്ട് അല്ല എന്ന് അയാളെ ചൂണ്ടിക്കാണിച്ചു നീ ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയണമെങ്കിൽ എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ? അയാളെക്കാൾ ഹൈറ്റ് കൂടിയ ഏതോ ഒരാൾ നിങ്ങളുടെ ക്ലാസ്സിൽ വേറൊരാൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അയാൾ എന്തല്ല അപ്പർ ബൗണ്ട് അല്ല. അതേപോലെ തന്നെ V is not an upper bound എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് V അപ്പർ ബൗണ്ട് അല്ലാതെ വരിക? That implies there is ഒരാളുണ്ടാവും. നമുക്ക് അതിനെ ഇവിടെ വേണ്ടത് T ആയതുകൊണ്ട് T എന്ന് തന്നെ പേര് വിളിക്കാം. ആ സെറ്റില് നിങ്ങൾ ക്ലാസ്സിൽ such that അയാൾ ആരെക്കാൾ വലുതായിരിക്കണം? ഈ പറഞ്ഞ വിനേക്കാൾ വലുത്. Such that V is less than T. So that is condition 2. അപ്പോൾ നമ്മൾ സുപ്രീം നമ്മൾ അസ്യൂം ചെയ്തു, രണ്ടെണ്ണം കിട്ടി. ഇനി നമ്മൾ നേരെ തിരിച്ച് കോൺവേഴ്സ്ലി ഈ രണ്ട് കണ്ടീഷൻസ് സപ്പോസ് ചെയ്യാം. കോൺവേഴ്സ്ലി അപ്പൊ നേരെ തിരിച്ച് നമ്മൾ അസ്യൂം ചെയ്യാണ് U satisfies the conditions 1 and 2. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം U ആരാണെന്ന്? സുപ്രീം ആണ്. എസിന്റെ സുപ്രീം ആണ്. സുപ്രീം ആണെങ്കിൽ രണ്ട് കണ്ടീഷൻസ് വേണം. ഒന്ന് U is an upper bound എന്നുള്ള കണ്ടീഷൻ വേണം. രണ്ട് if V is any other upper bound U less than or equal to V എന്നുള്ള കണ്ടീഷൻ വേണം. ശരി, ഈ 1ന്റെ അർത്ഥം തന്നെ ക്ലിയർ ആണ്. നമുക്ക് ഈ U satisfies 1 and 2. So 1 satisfy ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ U എന്തായെന്ന് കിട്ടി? അപ്പർ ബൗണ്ട് എന്നുള്ളത് കിട്ടി. So from 1 we get U is an upper bound. അപ്പൊ ആ കാര്യം ഓക്കെ. ഈ രണ്ടാമത് വേണ്ടത് ഈ V is any other upper bound നമുക്ക് U less than or equal to V എന്ന് കിട്ടണം. അപ്പൊ അതാണ് ഇനി അടുത്ത വേണ്ടത്. If possible U is greater than V. നമുക്ക് ഇതാ കിട്ടേണ്ടത്. അഥവാ U greater than V ആണെങ്കിൽ U is greater than V. U is greater than V എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ രീതിയിൽ V less than U എന്നായി. Then by
കണ്ടീഷൻ 2 നമ്മൾ ഈ 1 and 2 അസ്യൂം ചെയ്തിട്ടാണ് യു സാറ്റിസ്ഫൈസ് 1 and 2 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. Then by 2 there exists t belongs to S such that v is less than t. ഒന്നുകൂടെ നോക്കുക. നമുക്ക് വേണ്ട സെക്കൻഡ് കണ്ടീഷനാ. ആ സെക്കൻഡ് കണ്ടീഷനിൽ ഈ v is any other upper bound u less than or equal to v എന്ന് കിട്ടണമായിരുന്നു. അഥവാ u greater than v ആണെങ്കിൽ that means v is less than u. Then by the second condition there is a t such that v is less than t. t ഏതിലുള്ളതാണ്? s ലുള്ളതാണ്. വീണ്ടും നോക്കൂ, ഈ v is any other upper bound എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. v upper bound ആണെങ്കിൽ ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരെക്കാളും വലുതായിരിക്കണം ആര്? v. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ t ആരെക്കാൾ വലുതാ? v നേക്കാൾ വലുതാണ്. അപ്പൊ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. എന്തൊരു കോൺട്രഡിക്ഷൻ ആണ്? v upper bound എന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആണ്. സോ that is a contradiction. Therefore, എന്തുകൊണ്ടാണ് ഈ കോൺട്രഡിക്ഷൻ കിട്ടാനുള്ള കാരണം? നമ്മൾ u greater than v എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാ. Therefore, u is less than or equal to v. So, ഇത് 1, ഇത് 2, 1 and 2 implies u is equal to supreme of S. So, u supreme ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് വേണ്ടിയിരുന്നത്. ഒന്ന്, u ഒരു upper bound ആവണം. അത് ഈ കണ്ടീഷൻ കിട്ടി. രണ്ട്, if v is any other upper bound നമുക്ക് u less than or equal to v എന്ന് കിട്ടണമായിരുന്നു. അതിന് നമ്മൾ ഓപ്പോസിറ്റ് അസ്യൂം ചെയ്തപ്പോൾ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ there is an element in the set which is greater than എന്ന് വന്നു, v എന്ന് വന്നു. അങ്ങനെ വരുമ്പോൾ v is not an upper bound എന്ന് വരും. അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻ ആയി നമ്മൾ എടുത്തിരിക്കുന്ന upper bound എന്നാ. ഈ കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം u greater than v എന്ന് എടുത്തോണ്ട് u greater than v അല്ല, u is less than or equal to v. So if v is any other upper bound, u is less than or equal to v എന്ന് കിട്ടി. അതിനർത്ഥം ഈ രണ്ടെണ്ണം കൂടി അപ്ലൈ ചെയ്യുമ്പോൾ u is equal to supreme. നമുക്ക് രണ്ടാമത്തെ an upper bound u of a non-empty set S in R. So u എന്നുള്ളതിനെ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്നത് that is an upper bound. And that upper bound is supreme of S. upper bound നമ്മൾ supreme എന്ന് വിളിക്കും. എന്തോ ഒരു സെക്കൻഡ് കണ്ടീഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ അതൊന്നുകൂടെ ഒന്ന് മാറ്റി പറയാണ്. If and only if for every epsilon greater than 0 there exists S epsilon belongs to S such that u minus epsilon is less than S epsilon. നമ്മൾ സെറ്റ് ഇവിടെ S ഉണ്ട്. u is an upper bound. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ പ്രൂഫ്. Let u is an upper bound of S. If and only if ആണ്. നമ്മൾ ആദ്യം u സുപ്രീം എന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് ഈ കണ്ടീഷനിലോട്ട് ട്രൈ ചെയ്യും. Suppose that u is equal to supreme of S. സുപ്രീം ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, u upper bound ആവണം. രണ്ട്, if v is any other upper bound then u is less than or equal to v. അതൊക്കെ ഓക്കെ. പക്ഷെ അതല്ല നമുക്ക് ഇവിടെ വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ കണ്ടീഷൻ ആണ്. For every epsilon greater than 0, so let epsilon greater than 0 there exists S epsilon belongs to S such that u minus epsilon is less than epsilon. u minus epsilon is less than S epsilon. എപ്സിലോൺ പോസിറ്റീവ് എടുത്തു കഴിഞ്ഞാൽ u സുപ്രീം അല്ലേ. സോ ഇവിടെ ഞാൻ u അപ്പർ ബൗണ്ട് എടുത്ത് കുറച്ചുകൂടി ഇപ്പുറത്തേക്കായിട്ട് u സുപ്രീമോ എന്ന് വിചാരിക്കാം. Then u minus epsilon is not an upper bound of S. നമ്മൾ u minus epsilonോടാണ് പോകേണ്ടത്. അപ്പൊ u സുപ്രീം ആണെങ്കിൽ that is the least upper bound. u minus epsilon u നേക്കാൾ ചെറുതാണ്. അതെന്താവില്ല? അപ്പർ ബൗണ്ട് ആവില്ല. അഥവാ u minus epsilon അപ്പർ ബൗണ്ട് ആണെങ്കിൽ ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരും ആരെക്കാൾ ചെറുതായിരിക്കണം? u minus epsilonേക്കാൾ. So u minus epsilon അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ
കഴിഞ്ഞ പ്രൂഫിലും പറഞ്ഞു, നിങ്ങൾ ക്ലാസ്സിലെ ആളുകളുടെ ഹൈറ്റ് കാര്യങ്ങൾ വെച്ചിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ പറയാണ്, നീ ഈ ക്ലാസിന്റെ അപ്പർ ബൗണ്ട് അല്ല ഇൻ ടേംസ് ഓഫ് ഹൈറ്റ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റണമെങ്കിൽ എപ്പോഴാ പറയാൻ പറ്റുക? ആ ക്ലാസ്സിൽ ഈ പറഞ്ഞ വ്യക്തിനേക്കാൾ വലുതായിട്ട് ഏതോ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ? അത്രേ ഉള്ളൂ. സോ യുമാനസ് എപ്സിലോൺ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് എന്ന് നമ്മൾ പറയണമെങ്കിൽ യുമാനസ് എപ്സിലോണിനേക്കാളും വലുതായിട്ട് ഈ സെറ്റിൽ ഒരാളെങ്കിലും ഉണ്ടാവണം. ആ ഒരാളിനെ ഞാൻ ഇവിടെ പേര് വിളിക്കുകയാണ് എസ് എപ്സിലോൺ. സോ therefore there exists S epsilon belongs to S such that U minus epsilon is less than S epsilon. അപ്പോൾ ഇതായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്, കിട്ടി. ഇനി നേരെ തിരിച്ച് കോൺവേഴ്സ്ലി suppose that എന്താ കോൺവേഴ്സ്ലി സപ്പോസ് ചെയ്യേണ്ടത്? നമുക്ക് ഓൾറെഡി ഉണ്ട് യൂസ് ആൻ അപ്പർ ബൗണ്ട്, അത് അവിടെ കിടക്കുന്നുണ്ട്. യൂസ് ആൻ അപ്പർ ബൗണ്ട്. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും ഏതെന്ന് വിചാരിക്കുക, യു എന്ന് വിചാരിക്കുക. സോ യു അപ്പർ ബൗണ്ട് ആണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി പ്രൂവ് ചെയ്യണം യു സുപ്രീം. Now to prove u is equal to supreme of s, സുപ്രീം ആണെങ്കിൽ നമുക്ക് എന്താ അടുത്ത കണ്ടീഷൻ വേണ്ടത്? ഒന്ന് അപ്പർ ബൗണ്ട് ആണ്, അത് ഓക്കെ. രണ്ടാമത്തെ കണ്ടീഷൻ വേണ്ടത് if v is any upper bound of s, നമുക്ക് വേണം u is less than or equal to. Again method of contradiction try ചെയ്യാണ്. If possible u is greater than v, അഥവാ u ആണ് വലുതെങ്കിൽ നമുക്കിനി അപ്ലൈ ചെയ്യേണ്ട കണ്ടീഷൻ ഇതാണ്. ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള രീതിയിലോട്ടാണ്. എപ്സിലോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി. സോ ഇഫ് u is greater than v, u minus v is greater than 0. Now let epsilon is equal to u minus v. നമുക്ക് എപ്സിലോൺ പോസിറ്റീവ് എന്നുള്ളതിനോട് പോകാം. So epsilon is equal to u minus v എന്ന് എടുക്കുന്നു. Then by the condition, then there exists S epsilon belongs to S such that u minus epsilon is less than S epsilon. Whether u minus epsilon, so u minus v is less than S epsilon. So that means v is less than S epsilon. So that is a contradiction. എന്തൊരു contradiction? If v is any other upper bound എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇവിടെ കിട്ടിയിരിക്കുന്നത് v is less than S epsilon എന്നാണ് കിട്ടിയിരിക്കുന്നത്. S epsilon ഏത് സെറ്റിലാണ്? ഈ സെറ്റിലെ ആളായിട്ടാണ് അതിൽ വന്നിരിക്കുന്നത് S epsilon. അപ്പോൾ v അപ്പർ ബൗണ്ട് ആണെങ്കിൽ ഈ സെറ്റിലെ എല്ലാ ആൾക്കാരെക്കാളും വലുതായിരിക്കണം v. പക്ഷെ ഒരാളെക്കാൾ ചെറുതായി. So he is not an upper bound. That's a contradiction. എന്തിനാ contradiction? V is an upper bound. എന്തുകൊണ്ടാണ് contradiction കിട്ടാൻ കാരണം? നമ്മളിവിടെ റോങ് അസംപ്ഷൻ എടുത്തുകൊണ്ടാ. ഏതാ റോങ് അസംപ്ഷൻ എടുത്തിരിക്കുന്നത്? If possible u is greater than v എന്ന് എടുത്തുകൊണ്ടാണ്. Therefore u is less than or equal to v. So already u upper bound ആണ്, ഈ കണ്ടീഷൻ കൂടിയായി. Therefore u is equal to supreme of s. ഒന്ന് നോക്കുക. അപ്പൊ പറഞ്ഞു വന്ന കാര്യം ഇത്രയേ ഉള്ളൂ. u സുപ്രീം ആണെങ്കിൽ u അപ്പർ ബൗണ്ട് ആവും. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവും. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണെങ്കിൽ
ഇതിനേക്കാൾ ചെറിയ ആളുകളൊന്നും തന്നെ അപ്പർ ബൗണ്ട് ആവാൻ ചാൻസ് ഇല്ല. വേറെ ഏതെങ്കിലും ഒരു അപ്പർ ബൗണ്ട് വി എടുത്തു കഴിഞ്ഞാൽ ആ വി എന്തായാലും ആരെക്കാൾ വലുതാവണം, യുവിനേക്കാൾ വലുതാവണം. അതായിരുന്നു നമ്മുടെ സുപ്രീമത്തിന്റെ കണ്ടീഷൻ. ഇനി അഥവാ വേറെ ഏതെങ്കിലും ഒരാള് വി യുവിനേക്കാൾ ചെറുതാണെങ്കിൽ വി ഒരിക്കലും എന്താവാൻ പറ്റില്ല, അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. വി അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വിനേക്കാൾ വലിയ ഏതോ ഒരാൾ ഈ സെറ്റ് ഉണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞത്. ഇതേ കാര്യം തന്നെ കുറച്ചും കൂടി ഇപ്പൊ ഈ വി എന്ന് പറയുന്നത് കൺഫ്യൂഷൻ വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് യു സുപ്രീം ആണെങ്കിൽ യു മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഇതിന്റെ അപ്പർ ബൗണ്ട് അല്ല. യു മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് അല്ലാത്തതുകൊണ്ട് യു മൈനസ് എപ്സിലോണിനേക്കാളും വലുതായിട്ട് ഈ സെറ്റിൽ ആരെങ്കിലും ഉണ്ടാവും. ആ ആണ് നമ്മൾ ഏത് പേര് വിളിച്ചു, എസ് എപ്സിലോൺ. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന ഒരേ ഇത് തന്നെയാണ്. ഒന്ന്, യു സുപ്രീം ആണെങ്കിൽ യു ഇസ് ദ ലീസ്റ്റ് അപ്പർ ബൗണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ ഏതെങ്കിലും അപ്പർ ബൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും ആരെക്കാൾ വലുതായിരിക്കണം, യുവിനേക്കാൾ വലുതായിരിക്കണം. അല്ലെങ്കിൽ യുവിനേക്കാൾ ചെറുതായിട്ട് ഒരാളും എന്താവാനും പറ്റില്ല, അപ്പർ ബൗണ്ട് ആവാനും പറ്റില്ല. യുവിനേക്കാൾ ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ യു മൈനസ് എപ്സിലോൺ ഒരിക്കലും അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല. യു മൈനസ് എപ്സിലോൺ അപ്പർ ബൗണ്ട് ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യു മൈനസ് എപ്സിലോണിനേക്കാൾ വലുതായിട്ട് ആരോ ഒരാൾ ആ സെറ്റിലുണ്ട്, എപ്സിലോൺ എന്ന് പേര് വിളിച്ചു. ഇതേ കാര്യം തന്നെ നമുക്ക് ഏതിന്റെ കേസിലും പറയാം, ഇൻഫിമത്തിന്റെ കേസിലും പറയാം. ഇത് തന്നെ നിങ്ങൾ ഇൻഫിമത്തിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ഇൻഫിം ആണെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആണ്. അപ്പൊ വേറെ ഏതെങ്കിലും ഒരു ലോവർ ബൗണ്ട് ടി എടുത്താൽ ആ ടി എവിടെ വരണം, ലെസ് ആൻ ഓർ ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു ഇൻഫിം ആണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു, ഇത് ഡെഫിനിഷൻ ആവുന്നത്. ഈ പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ, ഡബ്ല്യു ഇൻഫിം ആണെങ്കിൽ ഡബ്ല്യുവിനേക്കാൾ വലുതായിട്ട് ആരും തന്നെ എന്താവാൻ പാടില്ല, ലോവർ ബൗണ്ട് ആവാൻ പറ്റില്ല. ഡബ്ല്യുവിനേക്കാൾ വലുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡബ്ല്യു പ്ലസ് എപ്സിലോൺ എന്ന് പറയാം. സോ ഡബ്ല്യു പ്ലസ് എപ്സിലോൺ എന്താവാൻ പറ്റില്ല, ലോവർ ബൗണ്ട് ആവാൻ പറ്റില്ല. എപ്പോഴാണ് ലോവർ ബൗണ്ട് അല്ലാതിരിക്കുക, ഈ സെറ്റിൽ ആരോ ഒരാൾ ഉണ്ടാവും, നമുക്ക് അതിനെ എസ് എപ്സിലോൺ എന്ന് വിളിക്കാം. ആ എസ് എപ്സിലോൺ ആരെക്കാൾ ചെറുതായിരിക്കണം, ഈ പറഞ്ഞ ഡബ്ല്യു പ്ലസ് എപ്സിലോണിനേക്കാൾ ചെറുതായിരിക്കും. രണ്ട് കാര്യം, ഡബ്ല്യു ഇൻഫിം ആണെങ്കിൽ ഏത് ലോവർ ബൗണ്ട് എടുത്തു കഴിഞ്ഞാലും ആ ലോവർ ബൗണ്ട് ഡബ്ല്യുവിനേക്കാൾ ചെറുതായിരിക്കണം, ചെറുതോ ഈക്വലോ. ഡബ്ല്യു ഇൻഫിം ആണെങ്കിൽ ഡബ്ല്യുവിനേക്കാൾ വലിയ ഡബ്ല്യു പ്ലസ് എപ്സിലോൺ ഒരിക്കലും എന്താവാൻ പറ്റൂല, ലോവർ ബൗണ്ട് ആവാൻ പറ്റില്ല. യു സുപ്രീം ആണെങ്കിൽ വേറെ ഏത് അപ്പർ ബൗണ്ട് എടുത്തു കഴിഞ്ഞാലും യുവിനേക്കാൾ വലുതോ ഈക്വലോ ആയിരിക്കണം. യു സുപ്രീം ആണെങ്കിൽ യുവിനേക്കാൾ ചെറുതായിട്ടുള്ള ഒരു യു മൈനസ് എപ്സിലോൺ ഒരിക്കലും എന്താവാൻ പറ്റില്ല, സുപ്രീം ആവാൻ പറ്റില്ല. ഏത് ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഡെഫിനിഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. തിയറംസ് പ്രൂഫിലോട്ട് പോകുമ്പോൾ അതിനെ സബ് ഡിവൈഡ് ചെയ്യുക. ഓരോ കാര്യത്തിന് ഇത് അറ്റൻഡ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം, അത് കഴിഞ്ഞ് അടുത്തത് എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ട് പ്രൂഫുകൾ പഠിക്കുക. അപ്പൊ ഇനി കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി നെക്സ്റ്റ് ക്ലാസ്.